പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറിൻ്റെ 4 വീൽ ഡ്രമ്മും ഊരിയിട്ട് പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ വണ്ടി നന്നായിട്ട് നല്ല ഉറപ്പുള്ള സ്ഥലത്ത് ജാക്കിയിൽ നിർത്തിയതിന് ശേഷം വീല് 2 നമ്മൾ ആദ്യമേ ഊരിയെടുത്ത് നന്നായിട്ടത് കഴുകി അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് ഉണക്കിയെടുത്തതിന് ശേഷം 120ൻ്റെ പേപ്പർ എടുത്ത് തുരുമ്പുള്ള ഭാഗങ്ങളൊക്കെ എല്ലാം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് അഴുക്കൊക്കെ കളഞ്ഞ് സെറ്റാക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ 4 സൈഡും നമുക്ക് ഒരുമിച്ച് പൊക്കി നിർത്താൻ ആവശ്യമായിട്ടുള്ള ടൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് 2 വീലാണ് നമ്മൾ ആദ്യം അഴിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്താണ് കൂടുതലായിട്ടും തുരുമ്പ് കയറിയിട്ടുള്ളത്. പുറത്ത് വലിയ പ്രശ്നമില്ലെങ്കിലും 2 സൈഡ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു 200 ml മെറ്റൽ പ്രൈമറും ഒരു 200 ml ബ്ലാക്ക് പെയിൻറ്റും പിന്നെ ബ്രഷും മറ്റും ക്ലീൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു 1/2 ലിറ്ററിൻ്റെ ടർപ്പനും പെയിൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ട് ഒരു 2 ഇഞ്ചിൻ്റെ ബ്രഷുമാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിനെല്ലാത്തിനും കൂടി നമുക്ക് ആകെ ചിലവായത് 225 രൂപയാണ്. അപ്പോൾ പ്രൈമർ അടിച്ചതിന് ശേഷമുള്ളൊരു ലുക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ടിന്നറൊന്നും മിക്സ് ചെയ്യാണ്ട് ഡയറക്റ്റാണ് നമ്മൾ വീൽ ഡിസ്കിലേക്കും അതുപോലെ തന്നെ വീൽ ഡ്രമ്മിലേക്കും നമ്മൾ പ്രൈമർ അടിച്ചിരിക്കുന്നത്. 2 കോട്ട് പ്രൈമറാണ് നമ്മൾ അടിച്ചത്. അപ്പോൾ എല്ലാ സ്ഥലവും നന്നായിട്ട് കവറായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കോട്ട് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ സ്ഥലങ്ങളും കവറായിട്ടുണ്ട്. എങ്കിലും ഒരു കോട്ട് കൂടി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഉണങ്ങിയതിന് ശേഷം പെയിൻറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ വണ്ടി പൊക്കി വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വണ്ടി ഒരിക്കലും ഇരുന്ന് പോകരുത്. ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ മുട്ടം പണിയാവും. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ ചാക്കിയും ബാക്ക് സൈഡിൽ ബലമുള്ള നല്ല മരക്കഷ്ണങ്ങളും വെച്ച് വണ്ടി പക്കയായിട്ട് പൊക്കി സപ്പോർട്ട് ചെയ്ത് നിർത്തിയതിന് ശേഷമാണ് നമ്മൾ വീലുകളെല്ലാം ഊരിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉറപ്പുള്ള സ്ഥലത്ത് തന്നെ വണ്ടി നിർത്താനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ പ്രൈമറും അതുപോലെ തന്നെ ബ്ലാക്ക് പെയിൻറ്റും നമ്മൾ 2 കോട്ട് വീതമാണ് അടിച്ചിട്ടിരിക്കുന്നത്. വലിയ തെറ്റില്ലാണ്ട് നമുക്കത് അടിച്ച് റെഡിയാക്കി എടുക്കാനായിട്ട് കഴിഞ്ഞു. എങ്കിലും ബ്രഷ് ചെയ്തതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും അത് പെട്ടെന്നുള്ളൊരു നോട്ടത്തിൽ അത് എടുത്ത് കാണുന്നില്ല. എനിക്ക് തോന്നുന്നു സ്പ്രേ പെയിൻ്റ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ, ഒരു ലുക്ക് കിട്ടാനായിട്ട് നല്ലത്. ഇത് നമ്മൾ വർക്ക്ഷോപ്പിൽ ചോദിച്ചപ്പോൾ നിർത്തി അടിച്ച് തരാമെന്നാണ് പറഞ്ഞത്. അതായത് ഊരിയെടുത്ത് 2 സൈഡും അടിക്കണമെങ്കിൽ 2 ദിവസം അവിടെ വണ്ടി ഇടേണ്ടി വരും. അതുപോലെ തന്നെ നല്ല റേറ്റും അവർ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്.